മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം രണ്ടാമത്തെ ദശകത്തിൽ 10ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ത്വൽഭക്തിസ്തു കഥാരസാമൃതശരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീ മക്ലേശതസ്തന്വതീ സത്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രതാരുതകരം വാതാലയാധീശ്വര. കഴിഞ്ഞ ശ്ലോകത്തിൽ കർമ്മയോഗവും ജ്ഞാനയോഗവും വളരെ ദൂരത്തിൽ മാത്രം പ്രാപിക്കത്തക്കതായിട്ടുള്ള ഫലത്തോടു കൂടിയതാണ് എന്ന് പറയണ്ടായി. പെട്ടെന്ന് കിട്ടില്ല, ദൂരേത്യഫലം എന്നാണ്. വളരെ കാലം കൊണ്ട് മാത്രം ലഭിക്കാവുന്നതായിട്ടുള്ള ഫലപ്രാപ്തിയോട് കൂടിയതാണ്. ചിലപ്പോൾ ഈ ജന്മത്തിലാവാം, അത് പ്രയാസമാണ് അധികവും. ജന്മാന്തരങ്ങളിൽ മാത്രം ലഭിക്കുന്നതാണ്. ജ്ഞാനയോഗം ആയാലും കർമ്മയോഗം ആയാലും കർമ്മയോഗം കൊണ്ട് യോഗത്തിലേക്ക് കടക്കാൻ സാധിക്കണു എന്നേ ഉള്ളൂ. ജ്ഞാനയോഗം തന്നെ വളരെ ക്ലേശകരായിട്ടുള്ളതാണ്. ഈ ഉപനിഷത്തുകളുടെയൊക്കെ ജ്ഞാനം ലഭിച്ച് അതിനെ പറ്റിയിട്ടുള്ളതായിട്ടുള്ള വിചിന്തനമൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായിട്ടുള്ള ഞാൻ തന്നെയാണ്, പരമാത്മാവും ഞാനും ഒന്ന് തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ അവബോധം ഉണ്ടാവുമ്പോഴാണല്ലോ മോക്ഷം എന്ന് പറയണത്. ഞാൻ പരമാത്മാവിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതല്ല ഞാൻ എന്നുള്ളതായിട്ടുള്ള ഐക്യബോധം ഉണ്ടാവുന്നതിനെ തന്നെയാണ് മുക്തി എന്ന് പറയണത്. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല എന്നുള്ള അവസ്ഥ വരുന്നു. ആ അവസ്ഥയ്ക്കാണ് മുക്തി എന്ന് പറയണത്, മോക്ഷം എന്ന് പറയണത്. അപ്പോൾ അത് വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. ക്ലേശം ഉണ്ടാക്കണതാണ്, ധനവ്യയം ഉണ്ടാക്കണതാണ്, കാലതാമസം ഉണ്ടാക്കണതുമാണ്. അപ്പോൾ പക്ഷേ ഭക്തി എന്നുള്ളത് അങ്ങനെയല്ല. അതിന് നേരെ നേരത്തെ പറഞ്ഞു ഭക്തി ഇതിനേക്കാൾ ഉത്കൃഷ്ടമാണെന്നുള്ളത് പറഞ്ഞു. ഈ ശ്ലോകത്തിൽ അതൊന്നും കൂടി വിവരിക്കുകയാണ്. എന്തുകൊണ്ട് ഭക്തി ശ്രേയസ്കരമായിട്ടുള്ളതാണ് മറ്റ് രണ്ടിനേക്കാട്ടിലും. അത് മറ്റ് ദൂരെ പ്രാപ്യമായിട്ടുള്ള ഫലത്തോടു കൂടിയതാണ്. ഭക്തി എന്നുള്ളത് അങ്ങനെയല്ല എന്നുള്ളത് ആണ് ഈ ശ്ലോകത്തിൽ പറയണത്. ത്വൽഭക്തിസ്തു, അങ്ങയുടെ ഭക്തിയാകട്ടെ. തു എന്നുള്ളത് മറ്റതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ന് കാണിക്കുകയാണ്. ത്വൽഭക്തിസ്തു, അങ്ങയുടെ ഭക്തിയാകട്ടെ, അങ്ങയിലുള്ളതായിട്ടുള്ള ഭക്തിയാകട്ടെ. കഥാരസാമൃതശരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി, തന്നെത്താൻ അങ്ങോട്ട് സിദ്ധിക്കണതാണ്. അതിന് വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ചുള്ള ക്ലേശങ്ങളൊന്നുമില്ല. ധനവ്യയം ഉണ്ടാവണില്ല, ക്ലേശങ്ങൾ ആയാസം ഉണ്ടാവണില്ല, ഒന്നുമില്ല. പിന്നെ സ്വയം സിദ്ധ്യന്തി, തന്നെത്താൻ എത്തിച്ചേരുന്നതാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. തന്നെത്താൻ ഉണ്ടാവണതാണ്. എങ്ങനെയാണ് തന്നെത്താൻ ഉണ്ടാവണത്? കഥാരസ അമൃതശരീ നിർമ്മജ്ജനേന, കഥകളാകുന്നതായിട്ടുള്ള രസം, ഭഗവത് കഥകൾ, ഭഗവാന്റെ അനവധി കഥകളുണ്ട്, പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവത് കഥകൾ ആകുന്നതായിട്ടുള്ള രസം, അതിൻ്റെ എസൻസ്, അതിൻ്റെ സത്ത്, ആ സത്ത് ആസ്വദിക്കുക. കഥാരസ അമൃതചരി, അതിൻ്റെ സത്ത് തന്നെയാണ് അമൃതം. ഈ ഭഗവത് കഥകളുടെ കേൾക്കുമ്പോഴുണ്ടാവുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അത് വായിക്കുമ്പോഴുണ്ടാവുന്നതായിട്ടുള്ള ഒരു രസം, ആ രസമാകുന്നതായിട്ടുള്ള അമൃത്. ആ അമൃത് കുറച്ചൊരു തുള്ളിയൊന്നുമല്ല, ഒരു ഗ്ലാസ് അമൃതൊന്നുമല്ല, അതിൻ്റെ ഝരി ആണ്, അതിൻ്റെ ഒരു പ്രവാഹം. ആ അമൃതിൻ്റെ ഒരു പ്രവാഹം തന്നെ ധാരാളമായിട്ടുള്ളതായിട്ടുള്ള എപ്പോഴും ഒഴുക്ക്, അതിൻ്റെ ഒഴുക്കുണ്ടാവുക എന്ന് വെച്ചാൽ എപ്പോഴും ആസ്വാദനം സദാസമയം ഉണ്ടായിക്കൊണ്ടിരിക്കുക, നിർത്തലില്ലാതെ കണ്ട്, ഒരു ബ്രേക്കും ഇല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ആ കഥാരസംഗത്തിൻ്റെ ആസ്വാദനം, ആ ആസ്വാദനമാകുന്ന അമൃതിൻ്റെ ഛരി, ആ പ്രവാഹം, ആ പ്രവാഹത്തിൽ മുങ്ങിക്കുളിക്കുകയാണ്. നിർമ്മജ്ജനേന, ആ പ്രവാഹത്തിൽ നിർമ്മജ്ജനം ചെയ്യുകയാണ്. മജ്ജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുങ്ങിക്കുളിക്കുക. അതായത് സദാസമയവും ഈ കഥാരസാമൃതം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, അതിൽ തന്നെ പൊങ്ങിക്കൊണ്ടിരിക്കുക, എപ്പോഴും ധാരാളം കഥകൾ കേട്ടുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ക്ലേശമല്ല. എന്തുകൊണ്ട്? അത് ആസ്വാദ്യം ആയിട്ടുള്ളതാണ്. അപ്പം
അപ്പോൾ ആസ്വാദ്യമാകുമ്പോൾ ക്ലേശകരല്ല എന്ന് പറയുകയാണ്. അത് അമൃതിൻ്റെ ഒരു പ്രവാഹത്തിൽ മുങ്ങി കുളിക്കുന്നത് പോലെ ഉള്ളതായിട്ടുള്ളൊരു അനുഭവമാണ് ഈ ഭഗവത് കഥകൾ ആസ്വദിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവത് കഥകളുടെ ആസ്വാദനമാകുന്ന ആ അമൃതിൽ മുങ്ങി കുളിക്കുന്നത് കൊണ്ട് സ്വയം സിദ്ധ്യന്തി. അപ്പോൾ തന്നെത്താൻ വന്നു ചേരുന്നതാണ് ഈ ഭക്തി എന്നുള്ളത്. ഭഗവാനുള്ളതായിട്ടുള്ള ആ പ്രേമാധിക്യം അത് തന്നെത്താൻ ഉണ്ടാവും, അതിനൊരു ക്ലേശമൊന്നുമില്ല. ഭഗവത് കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് പറയാണ്. സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതസ്തന്വതി. ഇനി ആ ഭക്തി എങ്ങനെയുള്ളതാണ്? വിമല പ്രബോധ പദവിയും, വിമലമായിട്ടുള്ളതായിട്ടുള്ള അതിൻ്റെ മനസ്സിനുള്ളതായിട്ടുള്ള അഴുക്കുകൾ, മാലിന്യങ്ങൾ, ആ അഴുക്കുകളൊക്കെ ഇല്ലാണ്ടാവുമ്പോൾ പ്രബോധം തന്നെത്താൻ ഉണ്ടാവണു. മനസ്സിലുള്ളതായിട്ടുള്ള മറ്റ് മാലിന്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആ ഭഗവാന്റെ ആയിട്ടുള്ളതായിട്ടുള്ള ഐക്യം എന്നുള്ളതായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. വിമലമായിട്ടുള്ള പ്രബോധം, ജ്ഞാനം, ആ ജ്ഞാനം ഉണ്ടായിത്തീരുന്നു, തന്നെത്താൻ ഉണ്ടായിത്തീരുന്നു. ഭഗവാൻ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളതായിട്ടുള്ള ഒരു ജ്ഞാനം സ്വയം ഉണ്ടായിത്തീരുന്നു. അങ്ങനെ വിമല പ്രബോധ പദവിയും ആ അവസ്ഥയിലേക്ക് അക്ലേശത തന്വതി. അക്ലേശത, സ്വയം യാതൊരു ക്ലേശവുമില്ലാതെ നമ്മെ ആ നിലയിലേക്ക് എത്തിച്ചേർക്കുന്നു. അതായത് ആ ജ്ഞാനം ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല, എൻ്റെ മനസ്സിലുള്ളത് ഭഗവാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്, ആ പരമശക്തിയുടെ ഒരു അംശം തന്നെയാണ് ഞാൻ എന്നുള്ളതായിട്ടുള്ള ആ ബോധം ഉണ്ടാകുന്നത് അക്ലേശത, വേറെ യാതൊരു ക്ലേശവുമില്ലാതെ കണ്ടാണ്. യാതൊരു ക്ലേശവുമില്ലാതെ ആ പദവിയിലേക്ക്, ആ അവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചേർക്കുന്നു ഈ ഭക്തി. തന്വതി സദ്യ സിദ്ധികരി. അപ്പോൾ അത് അങ്ങനെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്താണ്? അത് തന്നെയാണ് മോക്ഷം എന്നുള്ളത്. സദ്യ സിദ്ധികരി, പെട്ടെന്ന് സിദ്ധിയെ ഉണ്ടാക്കുന്നതുമാണ്. സിദ്ധി ഉണ്ടാക്കുന്നത്. സിദ്ധി എന്ന് വെച്ചാൽ അവിടെ ഈ യോഗത്തിൻ്റെ ഫലം എന്താണ്? മോക്ഷം എന്നുള്ളത്. ബ്രഹ്മൈക്യം എന്നുള്ളതായിട്ടുള്ള ആ സിദ്ധിയെ സദ്യ, പെട്ടെന്ന് തന്നെ അസിദ്ധി ഉണ്ടാക്കി തീർക്കുന്നു. മറ്റ് കർമ്മയോഗവും ജ്ഞാനയോഗവും ഒന്നും അങ്ങനെയല്ല. അത് നിരവധി ജന്മങ്ങളിൽ കൂടി മാത്രം എത്തിച്ചേരാവുന്നതായിട്ടുള്ള അവസ്ഥയെ ഈ ഭക്തിയോഗം സദ്യ, ഉടൻ തന്നെ സിദ്ധികരിയാണ്, സിദ്ധിയെ ഉണ്ടാക്കുന്നതാണ് ഭക്തിയോഗം. സദ്യസിദ്ധികരീ ജയതി. അപ്പം അതുകൊണ്ട് ഇത് മറ്റെല്ലാറ്റിനേക്കാൾ ഉത്കൃഷ്ടമായിട്ട് വിജയിക്കുന്നു. അതായത് ഈ ഭക്തിയോഗം തന്നെയാണ് ശ്രേഷ്ഠമായിട്ട് വിജയിക്കുന്നത്. ജയതി ഐ വിഭോ. അതുകൊണ്ട് അല്ലയോ വിഭുവായിട്ടുള്ള ഭഗവാനെ, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ, സർവശക്തനായിട്ടുള്ള ഭഗവാനെ, സൈവാസ്തുമേ, ആ ഭക്തി തന്നെ, സാ ഏവ സൈവ, അത് തന്നെ, മേ അസ്തു, എനിക്ക് ഭവിക്കട്ടെ, അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭക്തി എനിക്ക് ഉണ്ടാകട്ടെ. സൈവാസ്തു മേ, ആ ഭക്തി തന്നെ എനിക്ക് ഉണ്ടാകട്ടെ. മേ, എന്താണ് ആ ഭക്തി? ത്വൽപദ പ്രേമ പ്രൗഢിരസാർദ്രത. ദ്രുതതരം വളരെ വേഗത്തിൽ എനിക്ക് ആ ഭക്തി ഉണ്ടാകട്ടെ. എങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തി? ത്വൽപദ പ്രേമ പ്രൗഢിരസാർദ്രത. ത്വൽപദങ്ങളിൽ, അങ്ങയുടെ പാദങ്ങളിൽ ഉള്ളതായിട്ടുള്ള പ്രേമം, അത്യധികമായിട്ടുള്ള പ്രേമം, സ്നേഹാധിക്യം, ആ പ്രേമത്തിൻ്റെ പ്രേമപ്രൗഢി വർദ്ധിച്ചതായിട്ടുള്ള ആ പ്രേമം, അങ്ങയുടെ പാദങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള, അത്യധികമായിട്ടുള്ളതായിട്ടുള്ള, വർദ്ധിച്ചതായിട്ടുള്ള ആ പ്രേമപ്രൗഢി രസാർദ്രത, അത് തന്നെ ഒരു രസം പോലെയാണ്, ആസ്വദിക്കത്തക്കതാണ്. ആ ആസ്വദിക്കത്തക്കതായിട്ടുള്ള ആ പ്രേമാധിക്യം കൊണ്ട് ആർദ്രത, മനസ്സിന് ഉള്ളതായിട്ടുള്ള ആർദ്രഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു അലിഞ്ഞ് ഇല്ലാതെയാകുന്നതായിട്ടുള്ള അവസ്ഥ. അങ്ങനെ ഞാൻ എന്നുള്ളതായിട്ടുള്ള വേറൊന്ന് ഇല്ലാത്തതായിട്ടുള്ള ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള, ആനന്ദാത്മകമായിട്ടുള്ള ഒരു അവസ്ഥ, അതെനിക്ക് ദ്രുതതരം മേ ഭവതു, അത് എനിക്ക് വളരെ വേഗത്തിൽ, ദ്രുതതരം, ഏറ്റവും വേഗത്തിൽ എനിക്ക് സൈവാസ്തു മേ, എനിക്ക് ഉണ്ടാകട്ടെ. ആ അങ്ങയുടെ പാദങ്ങളിലുള്ളതായിട്ടുള്ള അത്യധികമായിട്ടുള്ള ഭക്തി കൊണ്ട്, പ്രേമ പ്രൗഢി,
അത്യധികം വർദ്ധിച്ചതായിട്ടുള്ള ആ ഭക്തി കൊണ്ട് ഉള്ള സ്നേഹം കൊണ്ട്, അത് തന്നെയാണ് ഭക്തി. ആ സ്നേഹാധിക്യം കൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള ആ മനസ്സിൻ്റെ ആർദ്രത, അത് എനിക്ക് വേഗത്തിൽ ഉണ്ടായിത്തീരട്ടെ. അല്ലയോ വാതാലയാധീശ്വര, വാതാലയത്തിൽ വസിക്കുന്നതായിട്ടുള്ള ഗുരുഭവനപുരത്തിൽ വസിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാനെ, ഗുരുഭവനപുരത്തിൻ്റെ അധീശനായിട്ടുള്ള ഈശ്വരനായ ഭഗവാനെ, എനിക്ക് ആ ഭക്തി ഉണ്ടാകട്ടെ, വേഗത്തിൽ ഉണ്ടാകട്ടെ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥന ആണ്. അതോടുകൂടിയിട്ട് ആ ഭക്തി യോഗത്തിന് മറ്റ് 2 യോഗങ്ങളിലേക്കാളുള്ളതായിട്ടുള്ള ആ ശ്രേഷ്ഠത പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഭക്തി എനിക്ക് ഉണ്ടാവണേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ദശകം അവസാനിക്കുകയാണ്. ത്വൽഭക്തിസ്തു കഥാരസാമൃതശരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീ മക്ലേശതസ്തന്വതീ സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദപ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര.